നമസ്കാരം. 10 PSC questions in 10 minutes നമുക്ക് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കിൻ്റെ 28 നവംബർ 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം 3 ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ആൻ RLC സർക്യൂട്ട് phase of the current with respect to the circuit voltage will be leading, same, lagging, depends upon the value of L and C. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന്. അതായത് ഒരു RLC സർക്യൂട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഫേസ് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ളൊരു സർക്യൂട്ട് ആണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 0 ആയിരിക്കും. എന്നാൽ ഇൻഡക്റ്റൻസിനാണ് എന്ന് വിചാരിക്കുക. ഇൻഡക്റ്റൻസിന് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF അല്ലെങ്കിൽ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനെ ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ EMF ആണ് ആദ്യം വരിക. അതായത് കറണ്ട് പിന്നീടേ വരുള്ളൂ എന്നർത്ഥം. അതായത് കറണ്ട് എന്താണ് ചെയ്യുന്നത്, അവിടെ ലാഗാണ് ചെയ്യുന്നത്. വോൾട്ടേജും കറണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കുറച്ചും കൂടെ വലിയൊരു ഫേസർ വരയ്ക്കാം. വോൾട്ടേജ് കറണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് ആക്ച്വലി ലാഗാണ് ഇവിടെ ചെയ്യുക. എന്തിൽ? ഇൻഡക്റ്റൻസിൽ. അപ്പോൾ എലി എന്ന് ഓർത്താൽ മതി. അതായത് EMF അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത്, കറണ്ട് ലാഗാണ് ചെയ്യുന്നത്. ഇനി അടുത്തതിൽ ഒരു പ്യുവർ കപ്പാസിറ്റൻസ് സർക്യൂട്ടാണ് എന്ന് വിചാരിക്കുക. പ്യുവർ കപ്പാസിറ്റൻസ് ആണെങ്കിൽ കറണ്ടാണ് ലീഡ് ചെയ്യുക എന്തിനെ? EMFനെ. അപ്പോൾ നമ്മുടെ ഇതെങ്ങനെ വരും? വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ കറണ്ട് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഐസ് എന്ന് ഓർത്താൽ മതി. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിന് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ആദ്യം വരും. കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് എന്തിനെ? വോൾട്ടേജിനെ. ഓക്കെ, അപ്പോൾ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ പ്യുവർ കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇങ്ങനെ, പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ഇങ്ങനെ, പ്യുവർ റെസിസ്റ്റൻസ് ആണെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരേ ഫേസിലായിരിക്കും എന്ന്. അപ്പോൾ ഒരേ ഫേസിലുള്ള രണ്ടെണ്ണമാണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആണ്. ഇത് രണ്ടും 90 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് എന്തറിയാം? RLC സർക്യൂട്ട് ആണെങ്കിൽ ആറും ഉണ്ട്, എല്ലും ഉണ്ട്, സിയും ഉണ്ട് എങ്കിൽ അതിൻ്റെ ഫേസ് ഡിഫറൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ എല്ലിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും, സിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അതായത് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് L and C. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഫേസ് എങ്ങനെയാണ് ലീഡ് ചെയ്യണോ ലാഗ് ചെയ്യണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഇതാണ് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ യൂസ് ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് അമ്മീറ്റേഴ്സ്? അമ്മീറ്ററിൻ്റെ റേഞ്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ഷണ്ടുകളാണ്. ഷണ്ടായിട്ട് നമ്മൾ പാരലലായിട്ട് സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമ്മീറ്ററിൻ്റെ റേഞ്ച് കൂടും. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ പവർ ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഫേസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പഠിച്ചല്ലോ. പവറിൻ്റെ ഫോർമുല എന്താണ്? VI × cos φ ആണ്. cos φ എന്ന് പറയുന്നത് പവർ ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ cos 90 ആണ് വരിക. cos 90 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 എന്ന് വരും. 0 എന്ന് വന്നു കഴിഞ്ഞാൽ പവർ എന്തായി? 0 ആയി. ഓക്കെ, അപ്പോൾ പവറിൻ്റെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്താണ്? 0 ആണ്. അതേപോലെ തന്നെ പവറിൻ്റെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാലും അവിടെയും ഫൈ എന്ന് പറയുന്നത് 90 ആണ്. അതുകൊണ്ട് തന്നെ അത് 0 എന്ന് തന്നെയാണ് വരിക. ഇനി cos φ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പവർ ഫാക്ടർ ആണെന്ന് അല്ലേ? അപ്പോൾ cos φ എന്ന് പറയുന്ന പവർ ഫാക്ടറാണ്. അപ്പോൾ പവർ ഫാക്ടറിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയാം. അതായത് പവർ ഫാക്ടർ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിനാണെങ്കിൽ 0 ആണ്, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിനാണെങ്കിലും 0 ആണ്. അതേപോലെ തന്നെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിലോ, പ്യുവർ റെസിസ്റ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് 0 ആണ്. അതായത് cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന് പവർ ഫാക്ടർ 1 ആണെന്നും പഠിച്ചു വയ്ക്കുക ഇതോടൊപ്പം തന്നെ. അടുത്ത ചോദ്യം, when AC voltage is connected to a PMMC meter, then meter will get damaged. മീറ്റർ ഡാമേജ് ആവുമൊന്നുമില്ല. PMMCക്ക് അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ അത് DC ക്വാണ്ടിറ്റീസ് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അതായത് ആവറേജ് വാല്യൂ ഓഫ് എന്ത് വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ആവറേജ് വാല്യൂ ആണ് ഈ മെഷർ ചെയ്യുന്നത്. അപ്പോൾ DCയിലാണ് ഔട്ട്പുട്ട് തരാൻ പോകുന്നത്. RMS ഒന്നും മെഷർ ചെയ്യാൻ അതിന് പറ്റില്ല. AC-ക്കകത്താണല്ലോ ഈ RMS ഒക്കെ വരാൻ പോകുന്നത്. RMS ഒന്നും മെഷർ ചെയ്യാൻ അതിന് പറ്റില്ല. അപ്പോൾ മീറ്റർ ഡാമേജ് ആവുമൊന്നുമില്ല, റീഡിങ് 0 ആവുകയാണ് ചെയ്യുക. Okay, pointer will oscillate to and fro. അല്ല, അങ്ങനെയൊന്നുമല്ല സംഭവിക്കുക. Range of pointer will
വിൽ നോട്ട് മൂവ് അറ്റ് ഓൾ. അങ്ങനെയൊന്നുമല്ല. എന്താണ്? റീഡിങ് 0 ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, ഡി സിയെ മാത്രമേ PMMC മെഷർ ചെയ്യുള്ളൂ. അപ്പോൾ എ സിനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെക്ടിഫൈ ചെയ്ത് DC ആക്കി മാറ്റിയിട്ടൊക്കെ വേണം അതിലേക്ക് കൊടുക്കാൻ, PMMC മീറ്ററിലേക്ക് കൊടുക്കാൻ. അടുത്ത ചോദ്യം, value of current at resonance in a series RLC circuit is affected by the value of inductance ആണോ, capacitance ആണോ, resistance ആണോ, or none of these? അതാണ് ചോദ്യം. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ റെസണൻസിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി, ഒരു FR എന്ന് പറയുന്ന റെസണൻസ് ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ കറണ്ട് മാക്സിമത്തിലായിരിക്കും കേട്ടോ. അതിന് മുമ്പും കുറവായിരിക്കും, അത് കഴിഞ്ഞിട്ടും കുറവായിരിക്കും. അപ്പോൾ സീരീസ് റെസണൻസിലാണ് ഒരു സർക്യൂട്ട് എങ്കിൽ, ഒരു RLC സർക്യൂട്ടാണ് ഉള്ളത്, സീരീസ് റെസണൻസിലാണ് എങ്കിൽ അതിനർത്ഥം, അതായത് റെസണൻസ് ഫ്രീക്വൻസിക്ക് മുമ്പ് അത് കപ്പാസിറ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് C ആണ് അവിടെ കൂടുതലായിട്ടുണ്ടാവുക. കപ്പാസിറ്റീവ് ഇമ്പിഡൻസ് ആണ് ഇവിടെ നല്ലോണം ഡോമിനേറ്റ് ചെയ്യുക. ഇവിടെ ആണെങ്കിലോ റെസണൻസ് ഫ്രീക്വൻസി കഴിഞ്ഞിട്ടാവുമ്പോൾ ഇൻഡക്റ്റീവ് ഇമ്പിഡൻസ് ആണ് നല്ലോണം ഡോമിനേറ്റ് ചെയ്യുക. അറ്റ് റെസണൻസ് ആണെങ്കിലോ XC ഈക്വൽ ടു XL ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി കറണ്ടാണ് കേട്ടോ, നമ്മൾ ഈ ആക്സിസ് കാണിച്ചിട്ടുള്ള കറണ്ടാണ്. അപ്പോൾ ഇത് കറണ്ട് ആണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? √R² പ്ലസ് XC മൈനസ് XL സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ XC ഈക്വൽ ടു XL ആവുകയാണ് എപ്പോൾ? റെസണൻസിൽ. FR എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് റെസണൻസിൽ XC ഈക്വൽ ടു XL ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Z എന്ന് പറയുന്നത് R ആയി മാറുകയാണ്. അതായത് കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. അതായത് ആറിനെ മാത്രമേ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, റെസിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എല്ലിൻ്റെയും സിൻ്റെയും വാല്യൂ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം കപ്പാസിറ്റീവ് ഇമ്പിഡൻസും ഇൻഡക്റ്റീവ് ഇമ്പിഡൻസും അവിടെ സെയിം ആയി മാറുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ടൈം ബേസ് സിഗ്നൽ ഇൻ എ CRO ഇസ്. ടൈം ബേസ് സിഗ്നൽ എന്താണ്? CROൻ്റെ ആ സിഗ്നലാണ് കേട്ടോ, ഒരു സോട്ട് ടൂത്ത് സിഗ്നലാണ്. അത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലാണ് കൊടുക്കുക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ടൈം ബേസ് സിഗ്നൽ സോട്ട് ടൂത്ത് സിഗ്നലാണ്. അടുത്ത ചോദ്യം, ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു. DC സർക്യൂട്ട് ആണോ? DCക്കൊക്കെ അപ്ലിക്കബിൾ ആണ്. ഹൈ കറണ്ട് ഉണ്ടെങ്കിലും അപ്ലിക്കബിൾ ആണ്. സ്മോൾ റെസിസ്റ്റേഴ്സ്, തീർച്ചയായിട്ടും റെസിസ്റ്ററുകൾക്കാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സെമി കണ്ടക്ടറിന് അത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. കാര്യം വരുമ്പോൾ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. സെമി കണ്ടക്ടേഴ്സിന് ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. ഓംസ് ലോ, ഇനി എന്താണ് ഓംസ് ലോ പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇനി പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ എന്താണെന്ന് പറയുന്നത്? V is equal to I into R എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറാണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് സെമി കണ്ടക്ടേഴ്സിന് അപ്ലിക്കബിൾ അല്ല. സെമി കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് അല്ല ഉള്ളത് അല്ലേ, അത് നമുക്കറിയാം. അപ്പോൾ അതിന് അവിടെ അപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ദ സോഴ്സ് ഓഫ് ഇലക്ട്രോൺ ബീം ഇൻ എ CRO ഈസ്. എന്താണ് ഒരു ഇലക്ട്രോൺ ബീമിൻ്റെ സോഴ്സ്? CROയ്ക്കകത്ത് ഇലക്ട്രോൺ ഗണ്ണാണോ? അതെ, ഇലക്ട്രോൺ ഗണ്ണ് വഴിയാണ് ഇലക്ട്രോൺസ് വരുന്നത് അല്ലേ, അത് നമുക്കറിയാം. ഗ്രിഡ് അല്ല, ഫോക്കസിങ് ആനോഡ് അല്ല, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും അല്ല. ഇലക്ട്രോൺ ഗണ്ണ് വഴിയാണ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു CROൻ്റെ ഇലക്ട്രോൺ ബീമിൻ്റെ. അടുത്ത ചോദ്യം, which one has negative temperature coefficient of resistance? Negative temperature coefficient of resistance എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടി എന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടി എങ്കിലുണ്ടല്ലോ നമ്മൾ പറയും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ആ സബ്സ്റ്റൻസിനുള്ളത് എന്ന് നമ്മൾ പറയും. അങ്ങനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത് ഈ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, മിക്കവാറും മെറ്റൽസിനൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് എന്താ? ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റൻസും കൂടുന്നു. ഓക്കെ, എന്നാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന അതാർക്കാണ്? അങ്ങനെയുള്ളവരെ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ആളുകൾ എന്നാണ് പറയുക. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ ആക്ച്വലി ഇൻസുലേറ്റേഴ്സിനും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്.
പക്ഷെ അത് നമ്മൾ അത്ര അങ്ങനെ യൂസ് ചെയ്യാറില്ല, അങ്ങനെ ചോദിക്കാറില്ല. കണ്ടക്ടേഴ്സിൻ്റെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെമി കണ്ടക്ടർ ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. കോപ്പർ കണ്ടക്ടറാണ്, കാർബൺ സെമി കണ്ടക്ടറാണ് കേട്ടോ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടറാണ്. അപ്പോൾ അതിൽ ഏത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്ന് പറയാം. അലുമിനിയം, അയണൊക്കെ കണ്ടക്ടേഴ്സാണ്. അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുകയാണ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിൽ അങ്ങനെയല്ല, ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ അമ്മീറ്റർ ഷുഡ് ബി. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ഹൈ ആയിരിക്കണം എന്ന് പഠിച്ചു കേട്ടോ. അതേപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ ഉണ്ടല്ലോ, വെരി സ്മോൾ ആയിരിക്കണം. അപ്പോൾ നേരെ തിരിച്ചാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. വോൾട്ട് മീറ്റർ നമ്മൾ എന്ത് പറഞ്ഞു? വോൾട്ട് മീറ്ററിനകത്ത് നമ്മൾ പാരലായിട്ടാണ്, സർക്യൂട്ടിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക എന്ന് പഠിച്ചു. പിന്നെ എന്തായിരിക്കും? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കുമെന്നും പഠിച്ചു. എന്നാൽ അമ്മീറ്ററിനകത്ത് എന്താണ്? നമ്മൾ സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് അത് കണക്ട് ചെയ്യുക. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക? സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? വെരി ലോ ആയിരിക്കണം. ഓക്കെ, അതെന്തുകൊണ്ടാണ് ലോ ആയിരിക്കണം എന്ന് പറയുന്നത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെ ലോ ആയിരുന്നാൽ മാത്രമേ, റെസിസ്റ്റൻസ് ലോ ആയിരുന്നാൽ മാത്രമേ അതിലൂടെ കറണ്ട് പോവുകയും ആ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.